ഇത് നമ്മുടെ ഓർക്കിഡ് ഗ്രോയിങ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഈ ഒരു എപ്പിസോഡ് ആയപ്പോൾ തന്നെ നമ്മുടെ പ്ലാന്റ്സിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത്. ചെടികളിൽ എന്തൊക്കെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. കാരണം ഓരോ ആഴ്ചയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൽ വന്ന് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ ഓർക്കിഡ്സ് വളർത്താൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്ലാന്റ് എങ്ങനെ വളർത്താമെന്ന് പഠിക്കാൻ തന്നെ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്ലാന്റ് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ചൂട് സമയത്താണ് ഷൂട്ട് ചെയ്തത്. അതായത് ജൂണിന് മുമ്പ് ഒരു സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം നല്ല മഴയും എന്നാൽ നല്ല വെയിൽ വരുമ്പോൾ ഭയങ്കര വെയിലുമാണ്, മഴയാണെങ്കിൽ നല്ല മഴയായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ പ്ലാന്റിന് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ മാറ്റാം, അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. റൂട്ടുകൾ ഫോം ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കൊടുത്ത വളത്തിൻ്റെ റിസൾട്ട് ചെടിയിൽ കാണുമ്പോൾ അത് കൊടുത്തതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ. ചില വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, വെറുതെ ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം കുറേ പുതിയ റൂട്ടുകളാണ് ഈ ഒരു ചട്ടിയിൽ തന്നെ ഫോം ആയിരിക്കുന്നത്. ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അതുപോലെ പുതിയൊരു ഷൂട്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. കരിയിലൊക്കെ നന്നായിട്ട് റൂട്ടുകളൊക്കെ പിടിച്ചു. അങ്ങനെ ഭയങ്കര അടിപൊളി. പ്ലാന്റ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് പ്ലാന്റിനോട് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അത്രയും റിസൾട്ട് നമ്മുടെ ഗോൾഡ് ബ്ലാക്ക് കൊടുത്തപ്പോൾ ഉണ്ടായത്, റൂട്ടിങ് ഹോർമോൺ കൊടുത്തപ്പോൾ ഉള്ള മാറ്റമാണ്. ഇനി ഒരു പ്ലാന്റ് എടുക്കുന്നത് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റത്തിൽ പുതിയ റൂട്ട് ഫോം ആയിട്ടുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ പ്ലാന്റ്സ് അങ്ങോട്ടോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പം റൂട്ടൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഒരിടത്ത് വെച്ചിൽ അവിടെ തന്നെ വെച്ച് കുറേ നാൾ ഗ്രോ ചെയ്യുന്നതാണ് പ്ലാന്റ്സിന് എപ്പോഴും ഇഷ്ടം. എപ്പോഴും അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര സ്ട്രെസ്സാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് എന്തായാലും എടുത്തേ പറ്റും. പിന്നെ ഈ പ്ലാന്റ്സിനുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ഇല പൊഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം അതൊക്കെ നാച്ചുറലി പഴയ ഇലകൾ പൊഴിഞ്ഞു പോവും. പിന്നെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ വേര് പൊട്ടിപ്പോവും, കുറേ ഇലയൊക്കെ പൊഴിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് പ്ലാന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം ഈ പ്ലാന്റ്സും വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി ടൊളുമി എടുക്കുകയാണെങ്കിൽ നോക്കി, അതിനും പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല. ഒത്തിരി റൂട്ട്സും പുതിയതായിട്ട് ഫോം ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ചട്ടിയുടെ പുറത്തോട്ടൊക്കെ പുതിയ റൂട്ടുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ദിവസം കൊണ്ടും സംഭവിച്ച ചേഞ്ചസ് ആണ്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്. പക്ഷെ വളർത്താൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ വളർത്തിയിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളൊരു 3 വർഷം മുമ്പ് ചെയ്ത എപ്പിസോഡ് ഇപ്പോഴും പലരും അത് വെച്ചിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു 3 വർഷത്തിന് ശേഷം ഇപ്പം പുതിയ പുതിയ വളങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വീണ്ടും ഈ എപ്പിസോഡ് റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലും പുതിയ റൂട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വൺസീഡിയോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഉള്ളിലേക്ക് കുറേ റൂട്ടുകളുണ്ട്. അപ്പം പുറത്തേക്ക് അധികം കാണുന്നില്ല. കാറ്റ്ലിയ പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ഉള്ളിലെ റൂട്ടുകൾ ഫോമായി തുടങ്ങി. ഈ ഒരു ഷൂട്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അത്രയും അങ്ങോട്ട് ചെറിയൊരു ഷൂട്ടായിരുന്നു. ഇനി അടുത്ത ഡെൻഡ്രോബി എടുത്താലും ഉള്ളിൽ റൂട്ടുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റൂട്ടുകൾ ഞാൻ കണ്ടത് ഈ ഒരു വെറൈറ്റിയിലാണ്. ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് ടൂറ്റോൺ കോമ്പാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ആയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റ്, അതായത് ഇപ്പോഴാണ് പ്ലാന്റുകൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മഴയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂട് ഭയങ്കര കൂടുതൽ തന്നെ എപ്പോഴും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് പ്ലാന്റുകൾക്ക് നല്ല സ്ട്രെസ്സായിരിക്കും. ആ സ്ട്രെസ്സ് കാരണം കുറേ ഇലകളൊക്കെ പ്ലാന്റ്സിൽ നിന്ന് പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇല മഞ്ഞിക്കാനുള്ള ഒക്കെ കാര്യങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചസിലുണ്ടാവും. അപ്പോൾ വേറൊരു പ്ലാന്റിൽ, അതായത് നമ്മളിപ്പോൾ എടുത്ത പ്ലാന്റിൽ തന്നെ ആണെങ്കിൽ ഈ ഒരു ലീഫിൽ ഒരു ചെറിയൊരു പാടുണ്ടായിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. ആ ഒരു സ്ട്രെസ്സാണ് ലീഫിലൂടെ നമ്മളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളപ്പം വെള്ളം ഒഴിക്കലൊക്കെ കുറച്ചു. അപ്പം പെട്ടെന്ന് വെയിൽ കൂടുതൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൊള്ളൽ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നാൽ വെയിലത്തൊന്നും ഇരുന്ന പ്ലാന്റ് ഒന്നും അല്ല, പക്ഷെ ഇങ്ങനത്തെ സ്ട്രെസ്സുകൾ ഇതിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു
ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, പ്ലാന്റ്സ് വളർത്തുന്നവർക്കൊക്കെ പൊതുവെ അറിയാവുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതായത് മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഈ സമയത്ത് ഭയങ്കര കൂടുതലാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ മഗ്നീഷ്യം പ്ലാന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് എപ്സം സോൾട്ടാണ് പ്ലാന്റുകൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ പഞ്ചസാരയുടെ തരി പോലെ ഇരിക്കുന്ന നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ പ്ലാന്റുകൾക്കൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്താലുള്ള മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഇതിൻ്റെ ഹരിതകം കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകും. അതായത് ക്ലോറോഫിലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ ഇലമഞ്ഞിപ്പ്, ഈ ഇലയിലെ ചെറിയ ചെറിയ സെൽസിലുണ്ടാകുന്ന ചെറിയ യെല്ലോയിഷ് ആയിട്ടുള്ള കളേഴ്സൊക്കെ മാറ്റി നല്ല ഗ്രീൻ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഹരിതകം കൂടിയാൽ മാത്രമേ നല്ല രീതിയിൽ ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റൂ, ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം ഒരുപാട് ഫീഡ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റുകളുണ്ട്, റോസ്, ഓർക്കിഡ്സ്, അതുപോലെ പെപ്പർ, ഇങ്ങനത്തെ വെറൈറ്റികൾ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യുന്നതാണ്. അത് ഒരുപാട് വളങ്ങൾ വേണ്ട പ്ലാന്റുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകൾക്ക് നമുക്ക് എപ്സം സോൾട്ട് മസ്റ്റായിട്ട് ഇടയ്ക്ക് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മഗ്നീഷ്യം സൾഫേറ്റ് പ്ലാന്റ്സിൽ ഇല്ലെങ്കിൽ ഈ പ്ലാന്റുകൾക്ക് വളങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ സെല്ലിൻ്റെ സ്ട്രെങ്ത് കൂട്ടി അതിന് മാക്സിമം ന്യൂട്രിയൻ്റ് അപ്ടേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് നമ്മളുടെ ഈ ഒരു എപ്സം സോൾട്ട്. അപ്പോൾ ഇത് ഞാനിന്ന് നമ്മുടെ പ്ലാന്റുകൾക്കൊന്ന് സ്പ്രേ ചെയ്യാൻ പോവാണ്. ഏത് വളം കൊടുത്താലും ആദ്യം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പ്ലാന്റ്സിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ റൂട്ട് ഭാഗം നന്നായിട്ട് നനയണം, ഇലയുടെ ഭാഗം നന്നായിട്ട് നനഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നമ്മളിപ്പം സാധാരണ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓസിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് പോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് സ്പ്രെയറിൽ കൊടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടൊന്നിലും മഗ്ഗിലോ അല്ലെങ്കിൽ ഓസിലോ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം. ഇത്രയും കുറച്ച് പ്ലാന്റിനായിട്ട് ഓസ് എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് ചൂടുള്ള സമയമാണെങ്കിൽ 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് കരിയിൽ പോട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് നനയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ സ്പ്രെയർ ബോട്ടിലിൽ കറക്റ്റ് 1 ലിറ്റർ വെള്ളം മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ 1 ലിറ്ററിലേക്കാണ് നമ്മൾ ഈ എപ്സം സോൾട്ട് ആഡ് ചെയ്യുക. 1 ലിറ്ററിലേക്ക് നമുക്ക് ഓർക്കിഡ്സിനാകുമ്പോൾ ഒരു 3 ഗ്രാമൊക്കെ മതി. 3 to 5 ഗ്രാം വരെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സാധാരണയായിട്ടൊരു 3 ഗ്രാമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, ഒരിടത്ത് കൂടി പോകത്തുമില്ല, എന്നാൽ അങ്ങ് കുറഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ഇത് നമ്മൾ 5 ഗ്രാമാണ് കേട്ടോ ഈ ഒരു കവറിലിരിക്കുന്നത്. ഏകദേശം ഒരു 5 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എത്രത്തോളം കാണുമെന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് 5 ഗ്രാം ഉണ്ട്, നമ്മൾ തൂക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് 3 ഗ്രാം മതി. അപ്പോൾ ഏകദേശം ഒരു 3 ഗ്രാം കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഇത് കണ്ടാൽ പഞ്ചസാരയാണെന്നേ തോന്നത്തുള്ളൂ. അതുകൊണ്ട് കുട്ടികളൊന്നും എടുക്കുന്ന സ്ഥലങ്ങളിൽ, കുട്ടികളെന്നല്ല വലിയ ആൾക്കാരായാലും എടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഈ വളങ്ങളൊന്നും വെച്ചേക്കരുത്. കാരണം പഞ്ചസാരയാണ് നമ്മൾ തട്ടിയിട്ട് കഴിച്ചു കളയും, നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തേയില്ല. കറക്റ്റ് ആ ഒരു ടെക്സ്ചറാണ് അതിന് കേട്ടോ. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. ഇതൊക്കെ നല്ല വാട്ടർ സോല്യൂബിൾ ആണ്, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് സ്പ്രെയറിൽ നന്നായിട്ടൊരു പ്രഷർ കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളെങ്കിൽ ഇതുപോലുള്ള പ്രഷർ പമ്പുകൾ മതിയാവും. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ വലിയ മോട്ടറുകളാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ തരി നല്ല ഫൈനായിട്ടുള്ള രീതിയിൽ വേണം എപ്പോഴും വളങ്ങൾ അടിച്ചു കൊടുക്കാൻ. ഇലയുടെ അടിവശത്തും കൂടെ കിട്ടുന്ന രീതിയിൽ എപ്പോഴും നന്നായിട്ട് കൊടുക്കണം കേട്ടോ. ഇലയിലും തണ്ടിലും പോട്ടിങ്ങിൻ്റെ മീഡിയയിലും ഉൾപ്പെടെ നമുക്ക് ഈ ഒരു വളം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടണം. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പോട്ടിങ്ങിലൊക്കെ കൂടുതലായിട്ട് വീഴണം തോന്നിയാൽ ഇതുപോലെ വെള്ളം ഒഴിക്കണ പോലെ തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ. ഇപ്പോൾ ഈ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്ക് നല്ല ഗ്രീൻ ആയിട്ട് ആ ഒരു പ്ലാന്റിൽ വരും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വളത്തിൻ്റെ പരിപാടികൾ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 days ഇനി ഒരു വളങ്ങളും കൊടുക്കത്തില്ല. പക്ഷെ നമുക്ക് നാളെ മുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് എപ്സം സോൾട്ടൊക്കെ കൊടുത്താൽ ഏതായാലും ഏത് വളം കൊടുത്താലും ഫെർട്ടിലൈസറിന് എപ്പോഴും ഒരു 5 days അല്ലെങ്കിൽ 7 days ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. ഫംഗിസൈഡാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്ലാന്റ്സിൽ വേറൊരു ഇഷ്യൂ ഉണ്ട്, നാളെ വേണമെങ്കിൽ ഫംഗിസൈഡ് കൊടുക്കാം. അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് എന്തെങ്കിലും കൂടുതലുണ്ട്, നാളെ വേണമെങ്കിൽ പെസ്റ്റിസൈഡ് കൊടുക്കാം. പക്ഷെ ഫെർട്ടിലൈസർ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാതിരിക്കുക. 5 to 7 days ഗ്യാപ്പ് ഓരോ വളങ്ങൾക്കും കൊടുക്കുക കേട്ടോ. വളങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പും ഫംഗിസൈഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, പെസ്റ്റിസൈഡുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ എപ്പോഴും 5 to 7 അല്ലെങ്കിൽ 15 days ആയിരിക്കണം. എപ്പോഴും ഒരു വളം അടിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഫംഗിസൈഡ് വേണമെങ്കിൽ കൊടുക്കാം. അത് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളമൊക്കെ കൊടുത്ത് പ്ലാന്റ്സ് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം അടുത്ത വീക്കിൽ എന്ത് അപ്ഡേഷനാണ് ഇതിലുണ്ടായിട്ടുള്ളത്, എന്താണ് നമ്മൾ അടുത്തത് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡ്സ് വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. നമുക്ക് തരുന്ന മാക്സിമം സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ സജഷൻസ് നമ്മുടെ കമൻസിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.